ഗുഡ് മോർണിംഗ്. ഇതാണ് ഒരു എംപ്ലോയിയുടെ ഡാഷ്ബോർഡ് വ്യൂ എന്ന് പറയുന്നത്. എംപ്ലോയിയുടെ ഡാഷ്ബോർഡ് വ്യൂ, അതിലേക്ക് ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ഇതാണ് ലോഗിൻ പേജ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കാണിക്കുന്ന രജിസ്റ്റർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അവർക്ക് MIT OTT ഇടാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇതിപ്പോ രാവിലെ ഇത് OTT ഇടുക. ഇത് നെക്സ്റ്റ് ഡേയിലേക്കുള്ള OTTന്റെ വിൻഡോ ഓപ്പണിംഗ് ആണ്. നമ്മൾ മോർണിംഗ് ഇടുന്ന MIT OTTയുടെ ഞാൻ എംപ്ലോയി ഇപ്പം മോർണിംഗിൽ ഇവിടെ OTT ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ലോഗ്ഡ് ആയിട്ട് കാണിക്കുമായിരുന്നു. സോ ഇത് ഇപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം 12:05 ആണ്, 12 o'clock ആണ്. ഇപ്പൊ 12 o'clock കഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഇന്നത്തേക്ക് ഇടാനുള്ള OTT വിൻഡോ ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തേക്കുന്നത്. ഇവിടെ OTT ഇടുക. ഈ ഇടുന്ന OTTയിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ടായിരിക്കും പിറ്റേ ദിവസത്തേക്കുള്ള MIT എംപ്ലോയി ഇടുന്നത്. ഇത് ഇന്നലെ ഇട്ട എംപ്ലോയിന്റെ OTT ആണ്. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ മോർണിംഗിൽ MIT എംപ്ലോയി സബ്മിറ്റ് ചെയ്തേക്കുന്നത്. സോ അത് സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെ ഈവനിങ് സബ്മിറ്റ് ചെയ്യാനുള്ളതിന്റെ വിൻഡോ ഓപ്പൺ ആവും. ഇവിടുന്നും ഈവനിങ് എംപ്ലോയി ഈ MIT സബ്മിറ്റ് ചെയ്തിട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ സ്കോർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ടീം സെക്ഷൻ ആണ്. ഓരോ എംപ്ലോയിയും അവർക്ക് അലോക്കേറ്റ് ചെയ്ത ടീംസിലായിരിക്കും അവര് MIT ഇടുന്നതായാലും OTT ഇടുന്നതായാലും സെക്ഷൻസ് ഉള്ളത്. സോ അവർക്ക് ജസ്റ്റ് ടീം മെമ്പേഴ്സ് തമ്മിൽ അവരുടെ വോയിസ് ഇതിന് ഓപ്പോസിറ്റ് സെയിം ടീമിലുള്ള ആളുടെ MIT വേണമെങ്കിൽ ഈ മോർണിംഗിൽ MIT ഇവിടെ കേൾക്കാം, ഈവനിങ്ങിൽ വേണമെങ്കിൽ ഈവനിങ്ങിൽ MIT കേൾക്കാം. ജസ്റ്റ് റിവ്യൂർ ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്കും ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്ത് ചാറ്റ് സെക്ഷൻ ആണ് വരുന്നത്. ചാറ്റില് അവർക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്തതായിട്ട് ഷെഡ്യൂള് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ HODസിന്റെ ആണ്. നമ്മൾ കറന്റ് എംപ്ലോയിയുടെനകത്ത് നമുക്കത് ഓപ്ഷൻ വർക്കിംഗ് അല്ല. ഹിസ്റ്ററി കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോർണിംഗിൽ ഇട്ടേക്കുന്ന എംപ്ലോയിന്റെ ഒരു വോയിസ് നോട്ടും ഒരു വർക്കിംഗ് അവര് കൊടുത്തേക്കുന്ന OTTയുടെ നോട്ടുമാണ് ജസ്റ്റ് ഹിസ്റ്ററി എന്ന രീതിയിൽ ഇവിടെ കാണിക്കുന്നത്. ഫീഡില് നമ്മള് റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലുള്ള ഡേറ്റയാണ് ഇവിടെ വരേണ്ടത്. കറന്റ് ഇന്നത്തെ റിവ്യൂ ചെയ്യുന്നത് ഈവനിങ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഡേറ്റ കാണിക്കുന്നത്. കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഡേറ്റ കാണിക്കും, ആ നോട്ടും കാര്യങ്ങളും കാണിക്കും. അടുത്ത റാങ്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ലീഡർ ബോർഡ് എന്ന് പറയുന്നത് തന്നെ. MIT ഇട്ടിട്ടുണ്ടെങ്കിൽ MIT ഇന്ന് ഓൺ ടൈമിൽ ഇട്ട എംപ്ലോയീസിന്റെ എല്ലാം നമുക്കിവിടെ 3 എന്നുള്ളതിന് 3 ആയതിന്റെ പേരില് ആ വിൻഡോ ഓപ്പൺ ആയി. ആ കോളം വൈകുന്നേരം ഇതിപ്പോ രാവിലെ MIT ഇട്ടോ എംപ്ലോയി ഏത് ഈവനിങ്ങിൽ മിസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ആയിട്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആ രണ്ടുപേരും ഓൺ ടൈമിലാണ് രാവിലത്തെയും ഈവനിങ്ങിലെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആ വൈകുന്നേരം ആകുമ്പോഴേ പോയിന്റ് ഇവിടെ ആഡ് ആകത്തുള്ളൂ. ഇതിപ്പോ ലേറ്റ് ആയിട്ട് ഇട്ടൊരു എംപ്ലോയിന്റെ ഇതാണ്. സോ അതുകൊണ്ടാണ് ലേറ്റ് ഇടുന്നത് മൈനസ് ആണ്. ലേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മിസ്ഡ് ആണെങ്കിലും മൈനസ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ലേറ്റ് എന്നുള്ളത് ആദ്യം തന്നെ റീഡ് ചെയ്ത് വെച്ചേക്കുന്നത്. താഴേക്ക് വരുമ്പോൾ മിസ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന്റെ ടാഗ് ഉണ്ട്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി ഇന്ന് നമുക്ക് 10 മണിയായിരുന്നു MITന്റെ ടൈം. ഇടാത്ത കാരണം ഓൾറെഡി 0 പോയിന്റ്സ് ഇവിടെ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രൊഫൈൽ സെക്ഷൻ ആണ്. അവർക്ക് പേര് വേണേൽ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് മെയിൽ ID വൺ ടൈം അത് അഡ്മിൻ പാനലിൽ നമുക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതിവിടെ എഡിറ്റബിൾ അല്ല. പാസ്വേഡ് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്.
സോ ഇത്രയാണ് നമ്മുടെ എംപ്ലോയി ഡാഷ്ബോർഡിൽ കറന്റ് ഉള്ളത്.